കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ഒരു ബസ് പിന്നിലേക്ക് ഉരുണ്ടുപോയി. MC റോഡിന് എതിർവശത്തുള്ള പ്രസ് ക്ലബ്ബ്, PWD മന്ദിരങ്ങളുടെ ഗേറ്റും മതിലും തകർന്നു. ടോബി ജോൺസണാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചത്. ടോബി, ഇത് സംഭവം എന്താണ്? ഹാഷ്മി, ഒരുപക്ഷെ ഒരു വലിയൊരു ദുരന്തത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമായിരുന്നു ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത്. രാവിലെയാണ്, അതായത് ഏകദേശം 6 മണി സമയത്താണ് ഞാൻ നിൽക്കുന്ന ഈ KSRTC സ്റ്റാൻഡിൻ്റെ പിൻവശത്തെ ഈ ചെരിഞ്ഞു കിടക്കുന്ന ഭാഗത്ത് ഒരു ബസ് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ആ ബസ് അവിടെ നിർത്തിയിട്ടതിന് ശേഷം അതിൻ്റെ ഡ്രൈവർ ഇറങ്ങി കാപ്പി കുടിക്കാൻ പോയി. അവിടെ നിന്നും വാഹനം നേരെ ഉരുണ്ട്, ഈ കാണുന്നത് MC റോഡാണ്, ഇതിലെ വാഹനങ്ങൾ നിരന്തരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയാണ്. അവിടെ നിന്നും വാഹനം നേരെ ഉരുണ്ട് ഈ വഴി വന്ന് ഈ ഭിത്തി ഇടിച്ച് തകർക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതൊരു ആദ്യത്തെ സംഭവമാണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിനു മുമ്പും സമാനമായ രീതിയിൽ ഈ KSRTC സ്റ്റാൻഡിൽ നിന്നും KSRTC ബസ്സുകൾ പിന്നോട്ട് ഉരുണ്ടു പോരുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതുപോലെ തന്നെ ബസ് പിന്നോട്ട് വന്ന് ഒരാളുടെ ദേഹത്ത് കയറി അദ്ദേഹം മരിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കാണാൻ സാധിച്ചു. അത്തരത്തിൽ വലിയൊരു അപകടം നിറഞ്ഞൊരു സ്ഥലമായി KSRTC സ്റ്റാൻഡ് മാറിയിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും ആർക്കും ഒരു വ്യക്തതയില്ല. കാരണം വാഹനം നിർത്തി ബ്രേക്ക് ചെയ്തിട്ടിരുന്ന വണ്ടിയാണ്. അത് എങ്ങനെ തന്നെത്താനെ ഉരുണ്ട് പിന്നിലേക്ക് പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു അന്വേഷണം തന്നെ KSRTC നടത്തുന്നുണ്ട്. ഹാഷ്മി, എന്തായാലും അവിടെ ആൾക്കാരൊന്നും ഇല്ലാതെ മഹാഭാഗ്യം. ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായും ജീവഹാനി ഉണ്ടാകുന്ന ഒരു തർക്കം അക്കാര്യത്തില്ല. കാര്യം അമ്മാതിരി വരവാണ് ആ ബസ് വന്ന് ആ മതിലൊക്കെ ഇടിക്കുന്നത്. എന്താണ് കാരണമെന്ന് KSRTC അന്വേഷിക്കട്ടെ. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകർ കാണുകയാണ്. ആ റോഡിൽ വണ്ടിയൊക്കെ ഉള്ള റോഡാണ്. ഭാഗ്യം എന്ന് തന്നെയാണ് പറയേണ്ട കാര്യം. ആ സമയത്ത് കാര്യമായി വണ്ടിയും വന്നില്ല, അവിടെ ആൾക്കാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത് മതിലിടിച്ച് നിൽക്കാൻ കഴിഞ്ഞത്. അല്ല വല്ല വണ്ടിയോ ഒക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായും അപകടവും ജീവഹാനിയും ഒക്കെ ഉണ്ടാവേണ്ട ഒരു ദുരന്തത്തിലേക്കൊക്കെ എത്തേണ്ട ഒരു സംഭവമാണ്. ഉണ്ടായില്ല, ഭാഗ്യം.